ഒന്നാമത്തെ ചോദ്യം, നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം പറയുന്ന യൂണിറ്റ് ഏത്? നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം പറയുന്ന യൂണിറ്റ് ഏത്? ഉത്തരം പ്രകാശവർഷം. രണ്ടാമത്തെ ചോദ്യം, സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം. സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹം. ഉത്തരം പ്ലൂട്ടോ. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രനിലിറങ്ങിയ ആദ്യ പേടകം. ചന്ദ്രനിലിറങ്ങിയ ആദ്യ പേടകം. ഉത്തരം ലൂണ 9. നാലാമത്തെ ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചതാര്? ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചതാര്? ഉത്തരം ജെയിംസ് ഇർവിൻ. അഞ്ചാമത്തെ ചോദ്യം, ജെയിംസ് ഇർവിൻ ചന്ദ്രനിൽ ഓടിച്ച വാഹനത്തിൻ്റെ പേര്. ജെയിംസ് ഇർവിൻ ചന്ദ്രനിൽ ഓടിച്ച വാഹനത്തിൻ്റെ പേര്. ഉത്തരം റോവർ. ആറാമത്തെ ചോദ്യം, മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണം കൊണ്ടുവന്ന വാഹനത്തിൻ്റെ പേര്. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണം കൊണ്ടുവന്ന വാഹനത്തിൻ്റെ പേര്. ഉത്തരം ലൂണ 16. ഏഴാമത്തെ ചോദ്യം, ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കാൾ സാഗൻ. എട്ടാമത്തെ ചോദ്യം, ബഹിരാകാശത്ത് ആദ്യമായി നടന്ന ആൾ ആര്? ബഹിരാകാശത്ത് ആദ്യമായി നടന്ന ആൾ ആര്? ഉത്തരം അലക്സി ലിയനോവ്. ഒൻപതാമത്തെ ചോദ്യം, യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേര്. യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേര്. ഉത്തരം വോസ്റ്റോക്ക് 1. പത്താമത്തെ ചോദ്യം, ചന്ദ്രനെ ആദ്യം വലം വെച്ച ഉപഗ്രഹം ഏത്? ചന്ദ്രനെ ആദ്യം വലം വെച്ച ഉപഗ്രഹം ഏത്? ഉത്തരം ലൂണ 10. 11ാമത്തെ ചോദ്യം, ചന്ദ്രൻ സ്വയം തിരിയാനെടുക്കുന്ന സമയം എത്ര? ചന്ദ്രൻ സ്വയം തിരിയാനെടുക്കുന്ന സമയം എത്ര? ഉത്തരം 27.5 ദിവസം. 12ാമത്തെ ചോദ്യം, അമേരിക്കയുടെ ചന്ദ്രഗവേഷണ പദ്ധതിയുടെ പേര്. അമേരിക്കയുടെ ചന്ദ്രഗവേഷണ പദ്ധതിയുടെ പേര്. ഉത്തരം അപ്പോളോ മിഷൻ. 13ാമത്തെ ചോദ്യം, കറുത്ത വാവിനും വെളുത്ത വാവിനും ഇടയിലുള്ള ദിവസങ്ങൾ എത്ര? കറുത്ത വാവിനും വെളുത്ത വാവിനും ഇടയിലുള്ള ദിവസങ്ങൾ എത്ര? ഉത്തരം 14 ദിവസം. 14ാമത്തെ ചോദ്യം, ലൈക്ക സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേര്. ലൈക്ക സഞ്ചരിച്ച വാഹനത്തിൻ്റെ പേര്. ഉത്തരം സ്പുട്നിക് 2. 15ാമത്തെ ചോദ്യം, ശാസ്ത്രദിനം എന്നാണ്? ശാസ്ത്രദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 28.